2 വർഷം വികസനത്തിൽ ഊന്നണം എന്ന CPM മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ നിരവധി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും 10,000 കോടി രൂപയുടെ വ്യവസായ പദ്ധതികൾക്ക് അനുമതി നൽകാനായി ഉന്നതതല സമിതി ഇന്ന് യോഗം ചേരുന്നു. IT, ടൂറിസം വകുപ്പിലെ 7ലധികം പദ്ധതികളാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള സമിതിയുടെ മുന്നിലെത്തുന്നത്. ഉന്നതതല സമിതിയുടെ അനുമതി ലഭിക്കുന്ന വ്യവസായ പദ്ധതികൾക്ക് പിന്നീട് ക്യാബിനറ്റിന്റെ അംഗീകാരം മാത്രം മതിയാവും. വൈകുന്നേരം 4:30 മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള വ്യവസായ പദ്ധതികൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെ അനുമതി നൽകുന്നതിനാണ് ഉന്നതതല സമിതി രൂപീകരിച്ചത്. സർക്കാരിന്റെ മുന്നിലെത്തുന്ന പദ്ധതികളിൽ പലതും നിസ്സാര കാരണങ്ങളാൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് CPM വിലയിരുത്തിയിരുന്നു. ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യവസായ ക്ലിയറൻസ് സെൽ രൂപീകരിക്കണമെന്നായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. 2 വർഷത്തിനു മുമ്പെങ്കിലും സർക്കാരിന്റെ മുന്നിലെത്തിയ പദ്ധതികളാണ് ഉന്നതതല സമിതി പരിശോധിക്കുന്നവയിൽ ഭൂരിപക്ഷവും. ശോഭ ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ ഹൈടെക് സിറ്റി, സലാർപുരിയ ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ നോളജ് സിറ്റി, കോഴിക്കോട് ബാലുശ്ശേരിയിലെ കിണാലൂർ ഉപഗ്രഹ നഗര പദ്ധതി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ. ഇവയുടെ വിശദമായ പദ്ധതിരേഖ വ്യവസായ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 5000 കോടി രൂപയുടെ ശോഭ ഹൈടെക് സിറ്റി വഴി 70,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏകജാലക ഉന്നതതല സമിതിയുടെ മുന്നിലെത്തിയ പദ്ധതികളെക്കുറിച്ച് വിവിധ വകുപ്പുകൾക്കുള്ള ആശങ്കയും ഈ യോഗത്തിൽ ഉന്നയിക്കാം. സ്ഥലമെടുപ്പ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ തടസ്സങ്ങളെക്കുറിച്ചെല്ലാം ഈ യോഗത്തിൽ നയപരമായ തീരുമാനമെടുക്കണം. ഉന്നതതല സമിതിയുടെ അനുമതി ലഭിച്ചാൽ പിന്നീട് ക്യാബിനറ്റിന്റെ അംഗീകാരം മാത്രം മതിയാവും. വിവിധ വകുപ്പുകളുടെ പ്രത്യേക അനുമതി ആവശ്യമില്ല. മുഖ്യമന്ത്രിക്ക് പുറമെ ധനം, വ്യവസായം, റവന്യൂ, തദ്ദേശഭരണ വകുപ്പുകളിലെ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള വകുപ്പ് സെക്രട്ടറിമാരും ഉൾപ്പെടുന്നതാണ് 11 അംഗ സമിതി.